നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് 2026 ഗ്രഹനിലയും അതുപോലെ തന്നെ ഗോചര ഫലപ്രകാരവും ഇപ്പോൾ നിലവിൽ ശനി, രാഹു, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യത്താൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആയുർദോഷം, അപകടങ്ങൾക്കൊക്കെ സാധ്യത കൂടിയ ഒരു 5 നക്ഷത്രത്തെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ചിങ്ങം, കന്നി, മേടം, കുംഭം, മീനം, കർക്കിടകം, വൃശ്ചികം എന്നീ കൂറിലുള്ള ആളുകൾക്കും ഈ ഒരു ദോഷഫലങ്ങളുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ഈ ഒരു 5 നക്ഷത്രക്കാരെയാണിത് കൂടുതൽ ബാധിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു മുന്നറിയിപ്പായിട്ട്, ഒരു രക്ഷാമാർഗമായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാവുന്നതാണ്. ജ്യോതിഷത്തിൻ്റെ ഒരു ഉദ്ദേശവും അതുതന്നെയാണ്. നമുക്ക് മുന്നേ വരുന്ന അപകടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന പരിഹാരങ്ങളും ചെയ്ത് ദോഷകാഠിന്യം കുറയ്ക്കുക, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുക എന്ന ഉദ്ദേശമാണ് ജ്യോതിഷത്തിനുള്ളത്. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ജനന വിവരങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈയുടെ രേഖ നൽകിയാലും നമുക്ക് ഫലങ്ങൾ നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നക്ഷത്രത്തെ പറ്റി നോക്കാം. ഈ ഒരു 5 നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു പരിഹാരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ലളിതമായിട്ടുള്ള പരിഹാരമാണ്. ആർക്കെങ്കിലും വലിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസ്തരിച്ച് അതിന് മറുപടി നൽകുന്നതായിരിക്കും. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്ന നക്ഷത്രത്തെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മകം നക്ഷത്രമാണ്. അഷ്ടമശനി അതുപോലെ തന്നെ രാഹുവിൻ്റെ സ്വാധീനവും കാരണം വാഹന അപകടങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മുറിവുകൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, അപകടം, അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനിടയുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി വരുന്ന പൂരം നക്ഷത്രക്കാരാണ്. അഷ്ടമശനി തുടരുന്നതിനാൽ പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, തകരാറുകൾക്ക്, വീഴ്ച, ഉയരത്തിൽ നിന്ന് വീഴുക എന്നതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും, നട്ടല്, കാല്, വയർ എന്നീ ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒടിവ്, അസ്ഥിഭംഗം എന്നിവയ്ക്കുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രവും കൂടെയാണ് പൂരം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് ചതയം. ജന്മശനിയും അതുപോലെ തന്നെ രാഹു ദോഷവും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് വിട്ടുമാറാത്ത ഒരു രോഗാവസ്ഥ, അതുപോലെ തന്നെ മാനസികമായ ഒരു സമ്മർദ്ദം, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയും കൂടെ ഉള്ള ഒരു ടൈമാണ് ചതയ നക്ഷത്രക്കാർക്ക്. അതുപോലെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ക്ഷീണം, അതുപോലെ നഷ്ടങ്ങൾ, അലച്ചിൽ, അതുപോലെ തന്നെ ശരീരത്തിൽ വേദന, അതുപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും പനിയോ അതുപോലെയുള്ള തലവേദന പോലെയുള്ള അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ളത്, അതുപോലെ തന്നെ സന്ധിവേദനകൾ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് 7 ശനിയുടെ ഒരു കാലമായതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഭയവും അതുപോലെ തന്നെ അപകട സാധ്യത ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അലർജി, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, ചർമ്മരോഗങ്ങൾ, അങ്ങനെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഉള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ മാനസികമായിട്ട് വല്ലാത്ത ഭയം പിടിപെടുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ ഈ ഒരു നക്ഷത്രക്കാർ, ഈ 5 നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ജന്മ നക്ഷത്ര ദിവസമോ അതോ തിങ്കളോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമോ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുന്നതും മൃത്യുഞ്ജയദേവൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം മാറ്റം അവർക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല 2 ലളിതമായിട്ടുള്ള പരിഹാരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോയെപ്പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.